ഇന്നലെ തലസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളെല്ലാം വളരെ വിശിഷ്ടമായി. അതിലൊരു കുഞ്ഞൻ സമ്മാനം വേറിട്ട് നിന്നു. പ്രധാനമന്ത്രിയുടെ 5 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ശില്പമായിരുന്നു അത്. തിരുവനന്തപുരം പൂജപ്പുര സ്വദേശിയും ശില്പിയുമായ ഗണേഷ് സുബ്രഹ്മണ്യമാണ് ശില്പം തയ്യാറാക്കിയത്. മാർബിളും കളറും കൊണ്ട് നിർമ്മിച്ച ശില്പം, ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ഒരു ശില്പം. പൂജപ്പുരയിലെ പ്രശസ്ത നാനോ ശില്പകാരൻ ശ്രീ ഗണേഷ് സുബ്രഹ്മണ്യം നിർമ്മിച്ച ശില്പം ബിജെപിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് വി രാജേഷ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് സമർപ്പിക്കുന്നു. നമ്മൾ ഗിഫ്റ്റ് ചെയ്തത് പ്രധാനമന്ത്രിയുടെ പൂർണ്ണകായ പ്രതിമയാണ്. നരേന്ദ്രമോദിജിയുടെ നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രതിമയാണ്. ഇത് ലോകത്തിലെ തന്നെ മോദിജിയുടെ ഏറ്റവും ചെറിയൊരു പ്രതിമയാണ്. നമുക്ക് ഈ ഫ്രെയിം ബോക്സിലുള്ള ഒരു മുട്ടുസൂചി കാണാം. ആ മുട്ടുസൂചിക്ക് മുകളിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ആ ഒരു ശില്പമുണ്ട്. ഇതിന് മുന്നിൽ വെച്ചിരിക്കുന്ന ലെൻസിലൂടെ ഉള്ളിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമന്ത്രി തൊഴുകൈകളോടുകൂടി നിൽക്കുന്ന ആ ഒരു പൂർണ്ണകായ പ്രതിമ വളരെ ഭംഗിയായിട്ട് തന്നെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പ്രധാനമന്ത്രിക്ക് കൊടുത്ത ഒരു അപൂർവ സമ്മാനം എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയാത്ത വലുപ്പത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പൂർണ്ണകായ പ്രതിമയാണ്. ഇത് മാർബിൾ പേസ്റ്റും കളറും കൊണ്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ചെറിയൊരു പ്രതിമയാണ്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് വെറും 5 മില്ലിമീറ്റർ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് കമ്പാരിസന് വേണ്ടിയിട്ട് ഒരു മുട്ടുസൂചിയുടെ മുകളിലാണ് ഈ ഒരു പ്രതിമ നിൽക്കുന്നത്. അപ്പോൾ അതൊരു ഫ്രെയിം ബോക്സിനകത്ത് വെച്ചിട്ട് ലെൻസൊക്കെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള രീതിയിൽ ഒരു പ്രത്യേക സംവിധാനത്തിലാണ് പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചത്. ഞാൻ നിരവധി മഹാന്മാരുടെയൊക്കെ സൃഷ്ടികൾ മുൻപ് ചെയ്തിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധിജി, അബ്ദുൽ കലാം തുടങ്ങി നിരവധി മഹാന്മാരുടെ ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ പോലും മാസങ്ങളോളമുള്ള ആ ഒരു ശ്രമം അങ്ങ് പാഴായി പോകും എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ അത് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. അദ്ദേഹം അത് വളരെയേറെ ആസ്വദിച്ചു, അത്ഭുതപ്പെട്ടു എന്നുള്ളത് എനിക്ക് വളരെ വലിയ ഒരു സന്തോഷമാണ്. അത് കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സൗഭാഗ്യം തന്നെയാണ്. 24 തിരുവനന്തപുരം. റഫീഖിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയും, SKN ഭാര്യയുമായി രാവിലെ ചെറിയ കശപിശ. നല്ല കാര്യമാണല്ലോ. എന്നിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒഴിച്ചു. കൈകൊണ്ട് ഗ്ലാസ് പിടിക്കാൻ പറ്റാത്ത ചൂടിലാണ് ചായ കൊണ്ട് തന്നത്. കൈപുള്ളിയാണ്. നന്നായി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവർ ചായ കൊണ്ട് തന്നു എന്ന് ഫീൽ ചെയ്യണ്ടേ. റഫീഖെ, വൈലോപ്പള്ളി ശ്രീധരൻ പറഞ്ഞതായിട്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭാര്യയും ഭർത്താവും യോജിച്ചിരുന്ന ശിവനും പാർവതിയും പോലെയാണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു ശക്തിക്കും അവരെ തകർക്കാൻ കഴിയില്ല എന്നുള്ളത് റഫീഖ് ഭാര്യയോട് പറഞ്ഞേക്കത്.